പിന്നെ എന്ത് കുമ്പസാരിക്കാനാണ്? ഇവിടെയാണ് പാപങ്ങൾ ക്രമമായിട്ട് ചിട്ടയായിട്ട് ഓർക്കേണ്ടതിൻ്റെ ആവശ്യകത വരുന്നത്. ദൈവകൽപ്പനകളുടെ വെളിച്ചത്തിൽ, സഭയുടെ പ്രബോധനങ്ങളുടെ വെളിച്ചത്തിൽ, വിശുദ്ധ വചനങ്ങളുടെ വെളിച്ചത്തിൽ ഞാനും നിങ്ങളും ആത്മപരിശോധന ചെയ്യുമ്പോൾ നമ്മുടെ പാപങ്ങൾ കൂടുതൽ കൂടുതൽ വ്യക്തമായി തിരിച്ചറിയാനിടയാകുന്നു. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ കുമ്പസാരം അനുഭവപ്രദമായി തീരുകയുള്ളൂ. നല്ല കുമ്പസാരത്തിന് വേണ്ട രണ്ടാമത്തെ കാര്യമായി സഭാമാതാവ് നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത് പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുക എന്നതാണ്. പന്നിക്കൂട്ടിലായിപ്പോയ ധൂർത്തപുത്രൻ തൻ്റെ പിതൃഭവനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കുകയായി. പിതൃഭവനത്തിൽ അയാൾക്കുണ്ടായിരുന്ന ആനന്ദവും ആഹ്ലാദവും കൂട്ടായ്മയും സന്തോഷവും പിതാവിൻ്റെ സ്നേഹവാത്സല്യങ്ങളും അതെല്ലാം തനിക്ക് നഷ്ടമായി പോയല്ലോ എന്നുള്ള ചിന്ത പിതൃഭവനത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ആഗ്രഹമായി അയാളിൽ ഉടലെടുക്കുകയായി. നല്ലൊരു കുമ്പസാരത്തിൻ്റെ അനുഭവത്തിൽ താൻ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചുള്ള അവബോധത്തോടൊപ്പം ആയിരിക്കേണ്ട അവസ്ഥയെക്കുറിച്ചുള്ള ആഗ്രഹം നിറയുന്നു. ആ ഓർമ്മപ്പെടുത്തൽ അതുതന്നെയാണ് യഥാർത്ഥത്തിൽ പശ്ചാത്താപമായി ഉള്ളിൽ നിറയുന്നത്. പിതൃഭവനത്തെക്കുറിച്ചുള്ള ആയിരിക്കേണ്ട അവസ്ഥയെക്കുറിച്ചുള്ള ആത്മബോധം അത് നിറയുമ്പോൾ നല്ല കുമ്പസാരത്തിന് നല്ല ഒരുക്കമായി. മേലിൽ പാപം ചെയ്യുകയില്ല എന്നുള്ള ദൃഢമായ പ്രതിജ്ഞയാണ് നല്ല കുമ്പസാരത്തിന് വേണ്ട മൂന്നാമത്തെ കാര്യം. ഈശോ പിടിക്കപ്പെട്ട പാപിനിയായ സ്ത്രീയോട് ഒരേ ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ: ഇനിമേൽ പാപം ചെയ്യരുത്, ഞാനും നിന്നെ വിധിക്കുന്നില്ല. നല്ല കുമ്പസാരത്തിൻ്റെ ഏറ്റവും വ്യക്തമായ തീരുമാനമാണ് ഇനി പാപം ചെയ്യുകയില്ല എന്നുള്ളത്. മേലിൽ പാപം ചെയ്യാതെ ജീവിക്കാനുള്ള ശക്തിയും തരുന്ന കൂദാശയാണ് കുമ്പസാരമെന്ന കൂദാശ. പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതോടൊപ്പം മേലിൽ പാപം ചെയ്യാതെ ജീവിക്കാനുള്ള കൃപ കുമ്പസാരമെന്ന കൂദാശയിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. എൻ്റെ പാപം അവിടത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വച്ചില്ല. എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. 32-ാം സങ്കീർത്തകൻ ഏറ്റുപറയുന്ന ഈ സത്യം നല്ല കുമ്പസാരത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. പാപങ്ങളെല്ലാം വൈദികനോട് ഏറ്റുപറയുന്നു, പ്രത്യേകിച്ചു മാരക പാപങ്ങളെങ്കിലും. പാപങ്ങൾ ഏറ്റുപറഞ്ഞു കഴിഞ്ഞ് വ്യക്തികൾ അനുഭവിക്കുന്ന സന്തോഷം ഓരോ തിങ്കളാഴ്ചയും ധ്യാനകേന്ദ്രത്തിലായിരിക്കുമ്പോൾ കുമ്പസാരം കഴിയുന്ന വ്യക്തികളുടെ മുഖത്ത് നിന്ന് തെളിയുന്നത് തിരിച്ചറിയാറുണ്ട്. ചിലപ്പോഴെങ്കിലും ചിലരുടെ സംശയം വൈദികനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ ആ പാപങ്ങൾ വെച്ച് തങ്ങളെ പിന്നീട് അച്ഛന്മാർ വിധിക്കുകയില്ലേ, നോക്കുകയില്ലേ, കാണുമ്പോൾ ആ ചിന്തകൾ അച്ഛന്മാരുടെ മനസ്സിലേക്ക് വരികയില്ലേ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു സത്യം നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് എനിക്ക് ഏറ്റവും നന്നായിട്ടറിയാവുന്ന വ്യക്തികൾ, വളരെ അടുത്തറിയാവുന്ന വ്യക്തികൾ, പ്രത്യേകിച്ചും എൻ്റെ യുവജനങ്ങൾ, സംഘടനാ പ്രവർത്തനങ്ങൾ കണ്ടുമുട്ടിയ എൻ്റെ സഹോദരന്മാരെ പോലുള്ള വ്യക്തികൾ തങ്ങളെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് തങ്ങൾ പാപാവസ്ഥകൾ തുറന്ന് ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചപ്പോൾ അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ ഇടയായിട്ടുണ്ട്. എന്നും നന്മയിൽ നിലനിർത്താൻ അത് കാരണമായത് അവർ തിരിച്ചറിഞ്ഞ് പിന്നീട് പറയാറുമുണ്ട്. കുമ്പസാര രഹസ്യം അത് കുമ്പസാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാവമാണ്. മരിക്കേണ്ടി വന്നാലും കുമ്പസാരത്തിൽ അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ വെളിപ്പെടുത്തുകയോ അത് വെച്ച് വ്യക്തികളെ വിലയിരുത്തുകയോ ഇല്ല. വിശുദ്ധ ജോൺ നമ്പൂതിരിയുടെ ജീവചരിത്രം നമുക്കറിയാം. കുമ്പസാര രഹസ്യം വെളിപ്പെടുത്താൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ
രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്ന അദ്ദേഹം കുമ്പസാര രഹസ്യത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ശക്തമായ ബോധ്യം തരുന്നവനാണ്. നല്ല കുമ്പസാരത്തിന് വേണ്ട കാര്യങ്ങളിൽ അവസാനത്തേതെന്ന് പറയാവുന്നത് വൈദികൻ കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം നിറവേറ്റലാണ്. ചിലരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ സംശയമുണ്ട്, ഇത് തങ്ങളുടെ പാപത്തിൻ്റെ കനം നോക്കിയാണ് അച്ഛന്മാർ പ്രായശ്ചിത്തം നിശ്ചയിക്കുന്നത്. ദൈവ കരുണയുടെ കൂദാശയാണ് കുമ്പസാരം. ദൈവം നമ്മളോട് ക്ഷമിക്കുന്ന ദൈവം നമ്മളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നു, ആശ്ലേഷിക്കുന്നു. ഒരു മകൻ എന്ന നിലയിൽ, മകളെന്ന നിലയിൽ ദൈവത്തോടുള്ള സ്നേഹം ഏറ്റുപറഞ്ഞ് തങ്ങൾ ചെയ്തു പോയ പോരായ്മകൾക്ക്, കുറവുകൾക്ക് എന്തും പരിഹാരമായി ചെയ്ത് 4 ഇരട്ടി തീഷ്ണതയോടെ ജീവിക്കാനുള്ള സന്നദ്ധത ഏറ്റെടുക്കുന്ന ഒരനുഭവമാണ് സത്യത്തിൽ പരിഹാരത്തിലൂടെ, പ്രായശ്ചിത്തത്തിലൂടെ നിർവഹിക്കപ്പെടുന്നത്. ദൈവം നമ്മളോട് കാണിച്ച അനന്ത കാരുണ്യത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ശിഷ്ടജീവിതം ശ്രേഷ്ഠതരമാക്കാൻ പരിഹാരത്തിലൂടെ വ്യക്തി തന്നെ ശ്രമിക്കുന്നു. വൈദികൻ കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം സന്തോഷത്തോടെ നിർവഹിച്ചുകൊണ്ട് ദൈവത്തോടുള്ള തങ്ങളുടെ ബന്ധം ഊർജ്ജസ്വലമായി നിലനിർത്തുകയും ചെയ്യും. നല്ലൊരു കുമ്പസാരം നല്ലൊരു അനുഭവമായി എന്നെന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. കുമ്പസാരമെന്ന ഈ കൃപ ആസ്വദിച്ച അനേകരുണ്ട്. ഒരുക്കത്തോടെയുള്ള ഒരു കുമ്പസാരം മതി ഒരാളുടെ ജീവിതത്തിന് ഒരു യൂട്ടേൺ നൽകുവാൻ, തിന്മയുടെ അന്ധകാരത്തിൽ നിന്ന് നന്മയുടെ പ്രകാശത്തിലേക്ക് തിരിയുവാൻ. കുമ്പസാരം അനുഭവമായ ഒരാളുടെ പങ്കുവയ്ക്കലാവട്ടെ അടുത്തത്. ഞാൻ വിവാഹിതനാണ്, ഭാര്യയും 2 കുട്ടികളുമുണ്ട്. കുമ്പസാരം എന്ന കൂദാശയുടെ യഥാർത്ഥ ശക്തി തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് ഞാൻ. വചനം പറയുന്നു, 1 പത്രോസ് 5:6, ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങൾ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. നിങ്ങൾ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ പക്കൽ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഒരു ധ്യാനാവസരത്തിൽ വെച്ച് എനിക്കൊരു നല്ലൊരു കുമ്പസാരം നടത്തുവാൻ സാധിച്ചു. അതിൻ്റെ വെളിച്ചത്തിൽ എനിക്കൊരു പുതിയ സൃഷ്ടിയായി, മനുഷ്യനായി മാറുവാൻ സാധിച്ചു. ദൈവാനുഗ്രഹം എനിക്ക് ഒത്തിരി ഉണ്ടായി. എൻ്റെ മനസ്സിനുണ്ടായ ദുഃഖങ്ങളെല്ലാം ഇറക്കി വെച്ച് എൻ്റെ ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു പുതിയ സൃഷ്ടിയായി മാറുവാൻ സാധിച്ചു. വളരെ തിരക്കുള്ളവരാണ് നാം. ഒന്നിനും സമയമില്ലെന്ന് പരാതി പറയുന്നവർ. ഒരുക്കമുണ്ടെങ്കിൽ നമ്മുടെ തിരക്കുകൾക്ക്, പ്രവൃത്തികൾക്ക് അർത്ഥമുണ്ടാകും. വല്യപ്പച്ച, എന്റെ കുമ്പസാരം കഴിഞ്ഞു, നമുക്ക് വീട്ടിൽ പോകാം. എത്രയും പെട്ടെന്ന് നാളെ 7 മണിയായിരുന്നെങ്കിൽ. ഓ, മോളുടെ ഒരു ധൃതി കണ്ടില്ലേ? കുമ്പസാരം കഴിഞ്ഞ അവളുടെ ഒരു ആനന്ദം. ഈ ആനന്ദം ഞാനും ഒന്ന് സ്വന്തമാക്കിയിട്ട് വരാം. ആ കുമ്പസാരക്കൂട്ടിൽ നിന്ന്, അല്ല, കരുണയുടെ ആ കൂട്ടിൽ നിന്ന്. നിങ്ങളും എപ്പോഴാണ് ആ കൂട്ടിലേക്ക്? വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കു, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന